GSTയിലെ അപാകതകൾ പരിഹരിക്കുക, കെട്ടിട വാടകയിലെ 18% GST ഒഴിവാക്കുക, ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക, ചെറുകിട വ്യാപാര മേഖലയിലെ പ്രത്യക്ഷ വിദേശ നിക്ഷേപം ഒഴിവാക്കുക, വാടക നിയന്ത്രണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 13 നടക്കുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജുവിന്റെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. GSTയിലെ അപാകത പരിഹരിക്കുക, കെട്ടിട വാടകയ്ക്ക് 18% GST ഏർപ്പെടുത്തിയ നടപടി അത് മുഴുവൻ വ്യാപാരികൾക്കും അതിൻ്റെ പരിരക്ഷ അല്ലെങ്കിൽ മുഴുവൻ വ്യാപാരികൾക്കും 18% GST ഒഴിവാക്കി കൊടുക്കുന്ന നിലയിൽ GST കൗൺസിൽ ഒരു തീരുമാനം എടുക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടും, വഴിയോര കച്ചവടം അത് നിയന്ത്രിക്കണം, ഓൺലൈൻ വ്യാപാരം അത് ഇന്നത്തെ രീതിയിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് ഈ ഓൺലൈൻ വ്യാപാരം കൊണ്ടുണ്ടായിട്ടുള്ളത്. അതിന് നിയമവിധേയമായി ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുന്ന നിലയിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും, വലിയ വാങ്ങൽ ശേഷി കുറയുന്ന ഈ സമയത്ത് വിലക്കയറ്റം തടയണമെന്നും, പ്രതിസന്ധിയിലായ ചെറുകിട വ്യാപാര മേഖലയ്ക്ക് ഒരു ഉണർവ് നൽകുന്നതിന് വേണ്ടി സാമ്പത്തിക ഉത്തേജക പാക്കേജ് അനുവദിക്കണമെന്നും, അതുപോലെ തന്നെ വികസന ആവശ്യങ്ങൾക്കായി ആയിരക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങളാണ് ദിനം പ്രതിയെന്നോണം ഒഴിപ്പിക്കപ്പെടുന്നത്. കേരളത്തിൽ നാമെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ അഭൂതപൂർവമായ വലിയ നേട്ടം നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഏറ്റവും വലിയ ഇരയായി മാറുന്നത് നമ്മുടെ വ്യാപാരി സമൂഹമാണ്. ഇത്തരത്തിലുള്ള ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് മതിയായ സംരക്ഷണവും അല്ലെങ്കിൽ ബദൽ മാർഗവും ഏർപ്പെടുത്തണമെന്ന് കൂടി ആവശ്യപ്പെട്ട് അതിൻ്റെ ഭാഗമായി ഒരു നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ വികസനത്തിനായി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളുടെ സംരക്ഷണം മുൻനിർത്തി ഒരു നിയമനിർമ്മാണം നടത്തണം എന്നുകൂടി ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പാർലമെൻറ്റ് മാർച്ചും അതിൻ്റെ ഭാഗമായുള്ള വ്യാപാര സംരക്ഷണ ജാഥയും നടത്തുന്നത്. 13 കാസർഗോഡ് വെച്ച് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VKC മുഹമ്മദ് കോയയാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. 13 കാസർഗോഡ് നിന്നും പുറപ്പെട്ട് 25 തിരുവനന്തപുരത്ത് സമാപിക്കും. അന്നേ ദിവസം വൈകിട്ട് 4 പയ്യന്നൂരിൽ ആദ്യ സ്വീകരണം നൽകും. 14 രാവിലെ 10 മണിക്ക് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ്, 11 തലശ്ശേരി, പാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകിയ ശേഷം വൈകിട്ട് 5 പേരാവൂരിൽ സമാപിക്കും. വ്യാപാര സംരക്ഷണ ജാഥ കാസർഗോഡ് സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയയും 25 തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനം മുൻ മന്ത്രി TP രാമകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് P വിജയൻ, ജില്ലാ സെക്രട്ടറി PM സുഗുണൻ, MM ഹമീദ് ഹാജി, പങ്കജവല്ലി, ചാക്കോ മുല്ലപ്പള്ളി എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.